അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ വെച്ച് വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അവരവരുടെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ ഏറ്റവും നല്ല ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന, ഏറ്റവും നല്ല ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ കൈകളിൽ തന്നെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് സൽവിചാരം, നല്ലത് വിചാരിക്കുക, ശുഭപ്രതീക്ഷ, ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടാവുക എന്നതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നതും ജീവിതത്തിൽ സന്തോഷം ഇട്ടുതരുന്നതും പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടുന്ന ഒരു ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അതാണ്. എത്ര തന്നെ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും, ആ പ്രതിസന്ധികൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനത്തെ ലൈനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്ന് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഏതൊരു പ്രതിസന്ധിയെയും, ഏതൊരു പരീക്ഷണത്തെയും, ഏതൊരു പ്രശ്നത്തെയും നമ്മൾ കാണേണ്ടത് എന്നാണ്. പലപ്പോഴും ചില പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നങ്ങളായി കാണുകയും എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് അത് പ്രശ്നമായിരുന്നില്ല, അത് എൻ്റെ ഖൈറിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ട്, പക്ഷേ അതിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഖൈർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലാണ് നിങ്ങൾക്ക് ഷർറുള്ളത് എന്ന ഒരു മനുഷ്യന്റെ എല്ലാ ചിന്തയെയും മാറ്റിമറിക്കുന്ന ആയത്താണ്. നമ്മുടെ ജീവിതത്തിൽ നേർക്കാഴ്ചയോടുകൂടി കാണുന്ന പലതും നമുക്ക് ഖൈറല്ല വിതക്കുന്നത്, മറിച്ച് അത് ഷർറായിരിക്കും വിതക്കുക എന്നാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന, വന്നു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് നമുക്ക് ഖൈറാണ് കൊണ്ടുവന്ന് തരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ആ ആയത്തിന്റെ ചുരുക്കമായി, ആ ആയത്തിന്റെ ഉള്ളടക്കമായി തിരിച്ചറിയേണ്ടത് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത് പ്രതീക്ഷയോടുകൂടിയാണ് എന്നാണ്. അവന്റെ പ്രതീക്ഷ ഒരിക്കലും അറ്റുപോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ റബ്ബായ, എല്ലാം പരിപാലിക്കുന്നവനായ റബ്ബ് നമുക്കുണ്ടായിരിക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷ അറ്റുപോകുന്നവരായി മാറുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ വിഷമിക്കേണ്ടതില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടപ്പോൾ, വിഷമിച്ചപ്പോൾ റസൂൽ സമാധാനിപ്പിക്കുന്നത്, റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് പ്രതീക്ഷയുടെ വാക്കുകളാണ്, പ്രതീക്ഷയുടെ നാമ്പുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രതീക്ഷയുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പാതി വഴിക്ക് നിന്നു പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. എന്തു തന്നെ ബാധിച്ചാലും അവൻ ഉറപ്പാണ്, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഈ പ്രശ്നം അത് ദൂരീകരിക്കപ്പെടും എന്ന തീർച്ച അവന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അമ്പിയാക്കൾ അഖിലവും, എല്ലാ അമ്പിയാക്കളും അങ്ങേയറ്റത്തെ പ്രതീക്ഷ വെച്ചു പുലർത്തിയവരായിരുന്നു എന്ന അള്ളാഹുവിന്റെ വഹി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആദ്യത്തെ റസൂലായി നിയോഗിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം പ്രബോധനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രബോധന കാലം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 950 കാലം പ്രബോധനം നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കടന്നു വന്നത് എന്നാണ്. അദ്ദേഹം പറയുന്നത്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി
ലൈലൻ വനഹാറ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മുഴു സമയവും ഞാൻ പ്രബോധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, പക്ഷേ ഞാൻ അവരെ പ്രബോധനം ചെയ്യുകയാണ്, ഞാൻ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, പക്ഷേ അവർ എന്നിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്നു. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, ഞാൻ അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ചെവികളിലേക്ക് വിരൽ തിരകിക്കൊണ്ട് എൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത് പോലുമില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു മഴ പോലും പെയ്യാത്ത ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥലത്തിൽ നിന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന അത് പ്രതീക്ഷയേകുന്ന കൽപ്പനയാണ് എന്ന തീർച്ചമായ ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആളുകൾ കളിയാക്കുന്നുണ്ട്, ഇവിടെയാണോ നീ കപ്പൽ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉറപ്പാണ്, എന്റെ റബ്ബാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പ്രതീക്ഷ അതിനുണ്ട് എന്ന തീർച്ചയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷ എന്ന പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് തിരിച്ചറിയണം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യാക്കൂബ് നബിയുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടാണ്. സ്വന്തം മകനെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിയായി വ്യസനിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ പ്രയാസം അദ്ദേഹം നേരിടുന്നു. രണ്ടാമത്തേത്, അദ്ദേഹത്തിന്റെ ബിന്യാമീൻ എന്ന മകനും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു രംഗമുണ്ടാകുന്നു. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്താ? അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ, എല്ലാ ആളുകളെയും അല്ലാഹു എനിക്ക് കൊണ്ടുവന്നു തരും എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. യാക്കൂബ് നബി കരഞ്ഞ് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും വെളുത്തുപോയി എന്ന ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അതിനെ തഫ്സീർ ചെയ്ത് പറയുന്നത് 6 വർഷത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അദ്ദേഹം എന്നിട്ട് പറയുന്നത്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ വിഷമവും ദുഃഖവും പ്രയാസവുമെല്ലാം അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ബെന്യാമീനെ കൊണ്ട് രാജാവിനെ കാണുന്നു. തിരിച്ചു വന്നിട്ട് പറയുന്നു, ബെന്യാമീൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറയുന്നത്, യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസു മിൻ റൗഹില്ലാഹ്, നിങ്ങൾ യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനായ ബെന്യാമിനെയും നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് ആരാണ് പറയുന്നത്? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഒരായത്തിൽ പറയുന്നത് യാക്കൂബ് നബി അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസവും ഒളിപ്പിച്ചു വെച്ചു എന്ന, തന്റെ മക്കൾക്ക് ആർക്കും കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ച് അദ്ദേഹം പറയുന്നത്, ഇവരെല്ലാ ആളുകളെയും അള്ളാഹു എനിക്ക് കൊണ്ടുവന്നു തരുമെന്ന് അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ, അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് തന്റെ മക്കളെയെല്ലാം ലഭിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഏറ്റവും നല്ല പ്രതീക്ഷയായിരിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. പോസിറ്റീവായി ചിന്തിക്കുന്ന, പലപ്പോഴും പല ആളുകളോടും സംസാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് പല ആളുകളും നമുക്ക് നൽകുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി എന്ത് സംസാരിക്കുമ്പോഴും പ്രതീക്ഷയുടെ വാക്കുകൾ നൽകാൻ, പ്രതീക്ഷയുടെ അനുഭവങ്ങൾ പകരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാൾ ഒരു പ്രയാസം നമ്മോട് വന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ ആ പ്രയാസത്തെ വീണ്ടും നമ്മൾ പ്രയാസമാക്കി മാറ്റാതെ അദ്ദേഹത്തിന് പ്രതീക്ഷകൾ അർപ്പിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസം സഹിച്ചിട്ട് റസൂൽ ത്വായിഫിന്റെ മണ്ണിലേക്ക് യാത്ര തിരിക്കുകയാണ്. ത്വായിഫിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റസൂലെ നിങ്ങൾ ത്വായിഫിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത്? ത്വായിഫിന്റെ മണ്ണിൽ നിന്നല്ലേ നിങ്ങളെ പുറത്താക്കിയത്, പിന്നെ വീണ്ടും എന്തിന് ത്വായിഫിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ജാഇലുൻ ലിമാ തറാ ഫറജൻ വമഖ്റജ വഇന്നല്ലാഹ നാസിറുൻ ദീനഹു വമുൽഹിറുൻ നബിയഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ സഹായിക്കും, അവന്റെ ദീനിന് മേൽക്കോയ്മ നൽകും. അള്ളാഹു എല്ലാത്തിനും ഒരു പോംവഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ത്വായിഫിന്റെ മണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ടുണ്ട് എന്ന. നബിയെ പുറപ്പെടാൻ പ്രേരിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അതിന് മുന്നിടാൻ സഹായിച്ചത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രതീക്ഷയുമാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടം നല്ല സംസാരങ്ങളായിരുന്നു, പോസിറ്റീവായ സംസാരങ്ങളായിരുന്നു, പ്രതീക്ഷയേകുന്ന വാക്കുകളായിരുന്നു. ഒരിക്കൽ ഒരു സ്വഹാബി
നല്ല രൂപത്തിൽ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഖദ്നാ ഫഅലക മിൻ ഫീക, താങ്കളിൽ നന്മയുണ്ട്, താങ്കൾ നല്ലത് സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുത്തു എന്ന്. അതുകൊണ്ട് നമ്മളിൽ നന്മയുണ്ട് എന്നതിന്റെ അടയാളമാണ് ആളുകൾക്ക് പ്രതീക്ഷ നൽകലും നല്ലത് സംസാരിക്കലും പോസിറ്റീവായ ചിന്ത പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകളുടെ പേരുകൾ മോശമായ അർത്ഥമുള്ള പേരുകളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ തിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നാണ്. പക്ഷേ യസ്രിബിന്റെ അർത്ഥത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ താബ എന്നതിലേക്ക് പേര് മാറ്റി അതിനെ വെച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. ആ സ്ത്രീയുടെ പേര് ആസിയ എന്നാണ്. ആസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ ചെയ്യുന്നവളെന്നാണ്. എന്നിട്ട് നബി ആ സ്ത്രീയുടെ പേര് മാറ്റി ജമീല എന്ന പേര് വെച്ചു കൊടുത്തു എന്ന്. അങ്ങനെ എല്ലാത്തിലും, പേരിലും നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലുമെല്ലാം ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന സംസാരവും പേരുകളും ആയിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫഇദാ ഖാല റജുലു ഹലകൻ നാസ്, ജനങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു, ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നാശം വിതക്കുന്നവൻ ആ പറഞ്ഞ വ്യക്തിയാണ് എന്ന്. പ്രതീക്ഷയില്ലാത്ത വാക്കുകളാണ് അവൻ പറയുന്നത് എന്ന്. അതുകൊണ്ട് ജനങ്ങളെയും സമൂഹത്തെയും കുറ്റപ്പെടുത്തുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ എല്ലാവരും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന നിലക്ക് ഞാൻ മാത്രമാണ് ശരി എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അവനാണ് ഏറ്റവും വലിയ നാശത്തിന്റെ ഉടമ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് നമ്മുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും പോസിറ്റീവ് അല്ലാത്ത, പ്രതീക്ഷ നൽകാത്ത ഒരു സംസാരവും നമ്മുടെ അടുക്കലിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്കറിയാം. നബിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തൻ്റെ അനുചരന്മാർ, തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ രോഗിയായി കഴിഞ്ഞാൽ നബി സന്ദർശിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ, ഇല്ല, നിന്റെ രോഗം മാറിക്കിട്ടും, നിനക്ക് നിന്റെ തിന്മകളിൽ നിന്നെല്ലാം നീ ശുദ്ധമാകും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് ആ രോഗിയുടെ അടുത്തു പോയി പറഞ്ഞു എന്നാണ്. പക്ഷേ ഒരു അറാബിയാണ് ആ രോഗി, ഒരു നാടൻ അറബിയായിരുന്നു ആ രോഗി എന്ന്. ആ സമയത്ത് ആ അറബിയുടെ പ്രതികരണം, ആ അറബി മറുപടി കൊടുക്കുന്നത്, ഖുൽത തഹൂർ, ശുദ്ധിയാകുമെന്നാണോ പറയുന്നത്? ഈ രോഗത്തിന് ശമനം ലഭിക്കുമെന്നാണോ പറയുന്നത്? കല്ല, ഒരിക്കലുമില്ല. ബൽ ഹിയ ഹുമ്മൻ തഫൂർ, പക്ഷെ വളരെ ചൂടേകുന്ന പനിയാണിത്. അലാ ശൈഖിൻ കബീർ, എനിക്കാകട്ടെ ഒരുപാട് പ്രായമായിട്ടുണ്ട്. തസീദുൽ ഖുബൂർ തുസീറുൽ ഖുബൂർ, ഇത് എന്നെ എത്തിക്കുക ഖബറിലേക്കാണ് എന്ന് നബിയോട് തിരിച്ചു പറഞ്ഞു എന്ന്. നബി ശിഫയാകുമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇത് ശിഫയാകുന്ന രോഗമല്ല, മറിച്ച് ഞാൻ ഈ രോഗത്തിലൂടെ തന്നെ മരണത്തിലേക്ക് എത്തും എന്ന് അറാബി തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ആ വ്യക്തി മരണപ്പെടുന്നത് അതേ രോഗം കൊണ്ട് മരണപ്പെട്ടു എന്ന്, അതേ രോഗത്തിലൂടെ മരണപ്പെട്ടു എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എന്തുണ്ടായാലും അത് ഖൈറിനാണ് എന്ന് മനസ്സിനെ ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി വിചാരിക്കേണ്ടത് ഈ രോഗത്തിലൂടെയാണ് ഞാൻ മരണപ്പെടുന്നത് എന്നല്ല, മറിച്ച് ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് രക്ഷ ഉണ്ടാകും, എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കും, അള്ളാഹു എനിക്ക് ശിഫ പ്രദാനം ചെയ്യും എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാവി നശിച്ചു പോകും, ഞാൻ ഭാവിയിൽ തോറ്റുപോകും എന്നതല്ല അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, മറിച്ച് പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. ഇല്ല, എന്നെ അള്ളാഹു കൈവിടില്ല, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവനാണ് എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. കടബാധ്യതയുള്ള ആൾ ആ കടത്തെക്കുറിച്ച് ആലോചിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്താണ് കാരണം? പ്രതീക്ഷയില്ലായ്മയാണ്. എനിക്ക് എൻ്റെ കടം വീട്ടാൻ സാധിക്കുകയില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകുന്നത്. മറിച്ച് എത്ര തന്നെ വലിയ കടങ്ങൾ ഉണ്ടായാലും ആ കടങ്ങളെല്ലാം തീർക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ പ്രതീക്ഷയാണ് നമ്മെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമ്മൾ പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രതീക്ഷ എന്ന് പറയുന്ന ഇബാദത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുക, അവനിൽ നമ്മൾ തവക്കുൽ ചെയ്യുക, നമ്മൾ പരിശ്രമിക്കുക, കഴിയും വിധം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളെയും നന്മയോടുകൂടി കാണുക, പോസിറ്റീവായി എടുക്കുക, പ്രതീക്ഷ ജീവിതത്തിൽ കൈവിടാതെ ജീവിക്കുക. നമുക്ക് ബാധിക്കുന്ന രോഗവും പ്രയാസവുമല്ല അള്ളാഹു മുമ്പേ എഴുതി വെച്ചതാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വിജയമാണ് ലഭിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബികളെ പഠിപ്പിച്ചു കൊടുത്തത്. യുദ്ധങ്ങൾക്ക് ശേഷം യുദ്ധമാണ്, ഒരുപാട് യുദ്ധങ്ങൾ ഓരോ വർഷവും കടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, വഅലം, നിങ്ങൾ അറിയണം, അന്നൻ നസ്റ മഅ സബ്ർ, വിജയം എന്ന് പറയുന്നത് അത് ക്ഷമയിലൂടെയാണ് ഒരാൾക്ക് ലഭിക്കുക. ക്ഷമയില്ലാത്തവന് വിജയത്തിന്റെ മധുരം അവന് നുകരാൻ സാധിക്കുകയില്ല. വഅന്നൽ ഫറജ മഅൽ കർബ്, ഒരാൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴാണ് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക എന്ന. വഅന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ എത്ര വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. ഏതൊരു വ്യക്തിക്കും മനുഷ്യൻ എന്ന നിലക്ക് ആ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അത്ഭുതങ്ങളാണ് എന്ന്. എന്ത് പ്രയാസമുണ്ടായാലും ഒരെളുപ്പമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഇല്ല, അതിനൊരു അവസാനമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. സഹാബാക്കളോട് അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സഹാബാക്കളോട് ശത്രുക്കൾ വരുന്നുണ്ട്, ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ പേടിപ്പിച്ചാൽ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഈമാൻ വർദ്ധിപ്പിക്കപ്പെടുന്ന, അവരുടെ മനസ്സിൽ ഈമാനാണ് വർധന ഉണ്ടാവുക. അവർ പറയും ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, അവൻ ബലമേൽപ്പിക്കാൻ എത്ര നല്ല റബ്ബാണ് എന്ന് അവർ പറയുമെന്ന്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്ര. എപ്പോഴും പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുക. ഏതൊരാളെ കാണുമ്പോഴും തളർന്ന് തകർന്ന മനസ്സോടുകൂടി നമ്മുടെ അടുക്കലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായി ഒരാൾ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുടെ വാക്കുകളേക്കാൻ, പ്രതീക്ഷ കൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഒരു വിഷയത്തിലും നമ്മൾ അശക്തരായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലാ തഅജിസു, നിങ്ങൾ അശക്തരാകരുത്. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക, ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് വലിയൊരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും അർപ്പിക്കേണ്ടത്. നമ്മുടെ റബ്ബിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരിലാണ് നമുക്ക് യഥാവിധ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുക എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തേത് വൽ അംനു മിൻ മക്രില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഭയമില്ലാതിരിക്കലാണ്. മൂന്നാമത്തേത് വൽ ഖുനൂതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാകലാണ്. വൽ യഅ്സു മിൻ റൗഹില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയില്ലാതെ നിരാശരാകുക എന്ന് പറയുന്നത് വൻ പാപത്തിന്റെ ഗണത്തിലാണ് എണ്ണിയിട്ടുള്ളത് എന്ന്. ശിർക്ക് പരിചയപ്പെടുത്തുന്നിടത്ത് അതിന്റെ തൊട്ട് ശേഷം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ ഒരാൾക്ക് പോലും
ഒരാൾക്ക് പോലും ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരാശ അറ്റുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ്. അത് പ്രതീക്ഷ നിലച്ചു പോകുന്ന അവസ്ഥയാണ്. സൂറത്തുൽ ഹിജ്റിൽ പറയുന്നത് വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലാ ളാല്ലൂൻ, വഴിപിഴച്ച അവിശ്വാസികളായ ആളുകളാണ് നിരാശപ്പെടുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിഘണ്ടുവിൽ നിരാശ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അവന്റെ ജീവിതത്തിലെ ഓരോ സമയവും ഓരോ നിമിഷങ്ങളും അവന് പ്രതീക്ഷയേകുന്ന ദിവസങ്ങളും സമയങ്ങളും ആയിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ റബ്ബിനെയാണ്. അള്ളാഹുവിനെ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് പ്രതീക്ഷ അറ്റുപോവുകയില്ല. അള്ളാഹു ഫത്താഹാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ അടക്കപ്പെട്ട വാതിലുകളും തുറന്നു തരുന്നവരാണ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരികയില്ല എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തേതായി അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ അധികരിപ്പിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നമുക്ക് എന്തെന്നില്ലാത്ത പ്രതീക്ഷ വിശുദ്ധ ഖുർആൻ ഏകുമെന്നത് തീർച്ചയാണ്. മൂന്നാമത്തേത് അള്ളാഹു ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ നമ്മൾ സത്യസന്ധമാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് യഖീനോടുകൂടി വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരാൾക്ക് വിജയം ലഭിക്കുക ക്ഷമയിലൂടെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ക്ഷമിക്കാൻ തടസ്സമാകുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ക്ഷമിക്കാൻ സാധിക്കണം. അള്ളാഹു ചെയ്ത വാഗ്ദാനത്തിൽ അത് സത്യസന്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി നമ്മൾ ഓർക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ, ഐച്ഛികമായ കർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, നബി ചരിത്രം വായിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഘട്ടവും പ്രതീക്ഷയെ നിലക്കുന്ന രൂപത്തിലുള്ള ഘട്ടങ്ങളായിരുന്നു എന്നാണ്. നബിക്ക് ഉമ്മയുടെ സ്നേഹം കിട്ടി തുടങ്ങുമ്പോൾ ഉമ്മ മരണപ്പെടുന്ന അവസ്ഥ, ഭാര്യയുടെയും തന്റെ കുടുംബക്കാരുടെയും സുരക്ഷിതത്തിലൂടെ വളരുമ്പോൾ ഭാര്യയും കുടുംബക്കാരും നഷ്ടപ്പെടുന്ന ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ വർഷം. എന്തിനേറെ തന്റെ സ്വന്തം മക്കളെ തന്റെ സ്വന്തം കൈകൊണ്ട് മറമാടേണ്ടി വരുന്ന ഒരു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ പ്രവാചകനാണ്, ആ നേതാവാണ് തന്റെ അണികൾക്ക് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകിയതും. എല്ലാ പ്രതീക്ഷകൾ നിലച്ചു പോകുന്ന അവസ്ഥയിലും ഇല്ല, എന്റെ റബ്ബിന്റെ പ്രതീക്ഷ ബാക്കിയാണ് എന്ന് ഉറപ്പോടുകൂടി ജീവിച്ച ആ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡിൽ പോലും നമുക്ക് പ്രതീക്ഷ നിലച്ചു പോകാൻ പാടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അന ഇൻദ വന്നി അബ്ദി ബി ഫലിയഉന്ന ബി മാ ശാഅ. ഞാൻ, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ എന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്, വളരെയധികം ഉണർവോടുകൂടി നമ്മൾ കേൾക്കേണ്ട ഒരു ഹദീസാണ്. അള്ളാഹു പറയുന്നത് എന്നെ കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ എന്ന് പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നത്, ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹു എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന്, എങ്കിൽ അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇനി അങ്ങനെയല്ല, ഉത്തരം നൽകുകയില്ല എന്നാണ് അവൻ വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് അവൻ ഉത്തരം പ്രതീക്ഷിക്കണ്ട എന്നാണ്. ഒരാൾ തൗബ ചെയ്തു, അള്ളാഹു എന്റെ തൗബ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുമെന്നുള്ളത്. ഒരാൾ ഇബാദത്ത് ചെയ്തു, എന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ ഇബാദത്ത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പലപ്പോഴും മോശമായ ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നതാണ് ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി മാറുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിക്കാതെ നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് സൽവിചാരം പുലർത്തിക്കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ സാധിക്കണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം
ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ പലപ്പോഴും നമുക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ പ്രതീക്ഷയെ തന്നെ തകർത്ത് കളയുന്ന ചില വാക്കുകളും ചില കാര്യങ്ങളുമാണ്. ചുറ്റുപാടുകളെല്ലാം നെഗറ്റീവുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മോട് സംസാരിക്കുന്നതും നമ്മോട് പങ്കുവെക്കുന്നതുമല്ല. എന്നാൽ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നുമല്ല എന്ന് ഉറപ്പിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തി അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന്